വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറെ കാലമായി ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് ഇത് സംസാരിച്ചത് നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നിഫ്റ്റ്, അങ്ങനെ നിഫ്റ്റി കയറി ബ്ലാ 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 ബ്ലാ. അതിനൊക്കെ നമ്മളൊരു Q&A ആൻസർ സെക്ഷൻ പോലെ വീഡിയോ വെക്കാൻ നോർത്തു. അപ്പൊ ഞാൻ ഓർത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ബോറിംഗ് അല്ലേ, സോ വി ഹാവ് 2 guests in our show today. So come on guys. So Hi, I'm Adira from FD department. എവിടുന്നാ സ്ഥലം? Tirundaram. തിരുവനന്തപുരം. I'm Michelle in BFD Kanyakumari. We have Malayali, we have Tamil. നമ്മളിത് ഒരു സ്റ്റുഡന്റിന് എന്ത് ഫീൽ ചെയ്തെന്ന് പറയണല്ലോ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കുറ്റം പറയല്ല. ഇറ്റ് ഈസ് ഗ്രേറ്റ് ഉള്ളു. ഓക്കെ, എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ഒരു ലൈഫ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൈൻഡ് ഓഫ് നമ്മുടെ കോളേജ് എന്നുള്ള സാധനത്തിന് ഇറ്റ് ഈസ് ബെറ്റർ. ജൂറി ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 200 റിട്ടേൺ എക്സാം എഴുതുന്നേക്കാൾ നല്ലത്. Exactly. Like the college is actually really amazing. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓൺലൈൻ കാണുന്ന പോലെയാണോ നിഫ്റ്റ്? അതായത് ഇത്ര അടിച്ചുപൊളി കാര്യങ്ങൾ ഓൺലൈൻ കാണുന്ന റീൽസ് ഒക്കെ പോലെയാണോ നിഫ്റ്റ്? 50. Yeah. It's like don't cover. It's like don't judge the book by its cover. Exactly. So it's like sometimes it looks like flashy, but inside it. I know. Reality versus expectation versus reality. അതെ, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഓർത്തതും റീല് പോലെ തന്നെയാണെന്നാ. പക്ഷെ ഒരു 2 months into college, people are good at editing നിഫ്റ്റില്. എങ്ങനെയുണ്ട് നിഫ്റ്റിലെ ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ? സത്യം പറയുകയാണെങ്കിൽ കൺജസ്റ്റ്മെന്റ് ആണ് അല്ലേ? ഫോർ 3 share rooms മാത്രമേ ഉള്ളൂ. 3 share rooms. But like we were lucky enough to get a good room. ഞങ്ങളുടെ റൂം അത്യാവശ്യം ബാക്കി റൂംസിനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വിൻഡോസ്, രണ്ട് വലിയ വിൻഡോസ് ഉണ്ട്. Plenty of ventilation. Very hot. പിന്നെ നല്ല വലുപ്പമുണ്ട്. എനിക്കൊന്നും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ റൂംസ് കിട്ടാൻ, നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ റൂംസ് കിട്ടാൻ നോക്കുക. It's very hot. നമ്മൾ രണ്ടുപേരും And a room near staircase which has windows. Don't get the middle part. Middle part is നല്ല microwave effect ആണ്. And the like water also. It's like the filter will be like at the edge in one side. Yeah. So it's like it's very tough to get water. Just like get a big bottle. നിന്റെ റൂമിൽ നേരെ എന്റെ ബോട്ടിൽ കൂടെ എടുത്തോണ്ട് വരണം. You should see her bottle. It's like very. ഹോസ്റ്റൽ ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ ഫുഡ് ആദ്യം വന്ന 2 months it was exciting. Yeah. But afterwards we just got fed up. It's like the new married bride. Okay, it's like very exciting. You'll explore everything. Oh, this food, we're excited next week. ബട്ട് അങ്ങനല്ല, ലൈക്ക് ഇറ്റ്സ് നോർത്ത് ഇന്ത്യൻ. അതുകൊണ്ടാണ് നമുക്ക് മെയിൻലി. Or maybe it's like repetitive. It's like next week also one day adena. Eventually you will miss your home food. Exactly. Get some pickles, homemade stuff, curries, whatever. And also advice, get lots of fruits in the dinner, because like that is more than enough in case you're not having any proper meals. And I mean like you're always your wallet will be a vote. You spend അത് നമുക്ക് പറയാം. നമ്മൾ വിശദീകരിച്ച എക്സ്പെൻസസ്. ഇത് നമ്മള് കുറ്റം പറയുന്ന പോലെ പറയല്ല, നമ്മള് മാക്സിമം പച്ചയ്ക്ക് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് പറയാ എന്നുള്ളതാണ്. I would say like to entering just keep your A game and just like talk to everyone, communicate with everyone. Even if you don't like them, it's fine. Just be. What is social life in NIFT like? എങ്ങനെയാണ് സോഷ്യൽ ലൈഫ്? സ്റ്റുഡന്റ് ടൈം to chill. And also don't trust anyone. Okay, not even your closest friends. Don't trust anyone because like you don't know എപ്പോഴാണ് ബാക്കിലിട്ട് കുത്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാം. I don't even trust them. Exactly. So like talk to everyone. എല്ലാവരോടും സോഷ്യലൈസ് ചെയ്ത് എല്ലാവരോടും. I'm used to this shit, so എനിക്ക് വലിയ എക്സ്പ്രഷൻ ഇല്ല. So talk to everyone. എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെല്ലാം talk to everyone because you need to have a social life.
നമുക്ക് കണക്ഷൻസ് ഉണ്ടായ കാര്യം നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഹാവ് എ ബാക്കപ്പ് ഫോർ റിയൽ. Oh my god, that is ഞാൻ bad. ലൈക് ആദ്യത്തെ ഇയർ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മൾ എല്ലാരും. ഇപ്പം അതിന FT ഫാഷൻ ഡിസൈനിങ് ആണ്, ഞാൻ TD ആണ്. ബട്ട് എന്റെ ക്ലാസ്സിലും ഫാഷൻ ഡിസൈനിങ് ഒന്നും ആൾക്കാരുണ്ട്. BFT മാത്രം വേറെ ബട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞ് നമ്മള് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും ഫ്രണ്ട്സ് ഉണ്ടാക്കുക, നിങ്ങളുടെ ക്ലാസ്സിലും ഫ്രണ്ട്സ് ഉണ്ടാക്കുക. ഇതൊന്നും അല്ലാതെ ഒരു ഔട്ട്സൈഡ് ഗ്രൂപ്പും കൂടെ വേണം. എന്റെ അഡ്വൈസ് നിങ്ങൾ അല്ലെങ്കിലും ഈവൻ ഇഫ് യു ഹേറ്റ് സമ്മൺ അവരോട് മിണ്ടണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ മിണ്ടേണ്ടി വരും. ഗ്രൂപ്പ് വർക്ക്, പിന്നെ തേങ്ങ മാങ്ങ എല്ലാം. അപ്പൊ എന്തായാലും സംസാരിച്ചത് ഇഷ്ടമില്ലാത്ത ഒരാളോട് നമുക്ക് എന്താണെങ്കിലും ഗ്രൂപ്പ് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് നിഫ്റ്റ്. ഗ്രൂപ്പ് വർക്ക് നമ്മളെ ആൾക്കാരെ സഹിക്കാൻ പഠിക്കും. അതൊരു ഗുഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. It's like this mini outside world. Yeah, exactly. Yeah, and it's like a Big Boss also. It's like a mini Big Boss. Big Boss. Drama, entertainment. Unlimited entertainment. Yeah. And I would like ask them to come like stay in hostel for 1 year so that you can get to know everything. Yeah. First only PG don't know. First, yeah. I think like I would be like preferable get a AC room because in summer it gets very hot. For example, ഫസ്റ്റ് സെമിസ്റ്ററിൽ ഫസ്റ്റ് ഇയേഴ്സിന് ഐസി കിട്ടില്ല. സെക്കൻഡ് സെമിസ്റ്റർ നിങ്ങൾ കിട്ടും. അത് എടുക്കാത്തതിന് എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടെന്ന്. ഐ ആം റിഗ്രറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഡു പീപ്പിൾ ഡ്രസ് അപ്പ് എവറി ഡേ? അത് എല്ലാ വർഷവും എല്ലാവരും ഡ്രസ് അപ്പ് ചെയ്യാറുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളത് നിഫ്റ്റിൽ ഇടാവും. നമുക്ക് ഇഷ്ടമുള്ള we can wear whatever we want. I will keep it. Okay. എന്ത് വേണേലും ഇടാം. എത്ര മിനി സ്കേർട്ട് ആണേലും എത്ര ക്ലീവേജ് ഉള്ള we can do it. ബട്ട് ലൈക്ക് നമ്മള് ഡ്രസ്സപ്പ് ചെയ്യുമെന്നുള്ള ഞങ്ങള് മിക്ക ദിവസം ഡ്രസ്സപ്പ് ചെയ്യും. I dress up every day. No matter if I'm dead. Next day I will. എന്റെ നേരത്തെ വീഡിയോ നിങ്ങൾ കാണുമെങ്കിൽ ഞാൻ ചത്ത വീട്ടിൽ പോകുന്ന പോലെ പോകുന്നത് നിർഷ കല്യാണ വീട്ടിൽ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. ചെക്ക് തരാം. ഞാൻ അങ്ങനെ എല്ലാ ദിവസം ഡ്രസ്സപ്പ് ചെയ്യാറ്. ഇഫ് ഐ ഫീൽ ലൈക്ക്. ബട്ട് ഫസ്റ്റ് സെമിസ്റ്ററിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡ്രസ് അപ്പ് a lot more. സെക്കൻഡ് സെമിസ്റ്ററിൽ ഒരു ടീഷർട്ട്, ഒരു ജീൻസ്. I think after the jury, many people like went low because of the jury. They like. We will talk about this. There is a lot of stuff to talk about. എന്റെ ഒരു ഉദ്ദേശം ഒരു 20 minutes ഇട്. Now I feel like it will be 1 hour. Are the seniors chill? Is there ragging? Ragging ഉണ്ടോ? seniors chill ആണ്. ragging ഇല്ല. നമ്മള് ടിവിയിലൊക്കെ കാണുന്ന പോലത്തെ മറ്റു ഉപദ്രവം അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലാതെ നമ്മള് ഫിസിക്കലിയോ മെന്റലിയോ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞാനാണ് സീരിയസിനോട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ഗൈസ്, നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാൻ ആ കൂടെ രണ്ടോ വട്ടം പോയി അവർ നമ്മളോട് പേര് ചോദിക്കും, ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാൻ, നമ്മളോട് അവരുടെ പേര് കണ്ടു. ചിലവര് I think for them, they're like a new species entering NIFT. So they just want to know like who exists, who's in their department, what they are, like what talent they have, and they just like that. But nothing serious. I think even they were scared. Like we were scared about them. So it's and like also mutual. like one heads up, be careful about who you're getting close to. Just putting it out. പക്ഷെ സീനിയേഴ്സിനെ അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു It's very good. സ്പെക്ട്രത്തിന്റെ സമയത്താണെങ്കിലും ഒക്കെ ഒത്തിരി ഹെൽപ്പ്. നമുക്കൊരു ആ ജൂറി വരുമ്പോ എന്താ ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനെങ്കിലും ഒരാളുണ്ടാവും. എനിക്ക് ജൂറിയുടെ സമയത്ത് അങ്ങനെ ഒരാളെ പരിചയമില്ലാഞ്ഞത് എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. നിഫ്റ്റിൽ അസൈൻമെന്റ്സ് ഒക്കെ എന്തോരം ടഫാണ്. ഉറക്കം കിട്ടാറുണ്ട്. No sleep. It's like New York sleepless nights only every time. ജൂറി ടൈം ആകുമ്പോ ഒരു ആവറേജ് എല്ലാവരും കൂടെ ഒരു ആവറേജ് 3 hours സ്ലീപ്പ് ആയിരിക്കും എല്ലാവർക്കും. ഒരു ആവറേജ് എല്ലാവരെയും കൂടെ ജൂറിയുടെ ഒരു ആ 1 week ഒരു ആവറേജ് എങ്ങനെ പോലും these people are. I slept like a dead log. I was dead. I never sleep, but during jury time I slept peacefully. അസൈൻമെന്റ്സ് ടഫാന്ന് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് കുറെ അസൈൻമെന്റ്സ് ഫണ്ണായിട്ട് തോന്നി. മറ്റേ ക്രോഷേ ചെയ്തേക്ക് ആക്ച്വലി അന്നേരം That's because they had crochet. We didn't have crochet. എനിക്കത് ആദ്യം ഞാനവിടെ കുറ്റം പറയും, ക്രോഷേ ബ്ലാ ബ്ലാ ബ്ലാ. ബട്ട് I think like doing basic borders, like top and skirt. So it was fun. It gets fun, but it's like frustrating. When one measurement gets wrong, no, your whole design gets wrong. You redo it. Just be careful while measuring. Then we had like aesthetic class, which was nice. I love that AD class. Yes.
And We had a CPS also was good because of the teachers. We had ADS, CPS ഒക്കെ എന്താന്ന് പറഞ്ഞു ഇത് കാണുന്ന Okay, പിള്ളേർ മൊത്തം ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മള് അവരെ പേടിപ്പിക്കുകയും ചെയ്യരുത്, ബട്ട് അവർക്ക് മോർ ഇൻഫർമേഷൻസ് കൊടുക്കുക. It's like ADA is like Art aesthetic design and and art design and aesthetics. aesthetics. So it's like more about how people perceive fashion and like what like unnode interest. Like first attention you give to a product like what തമിഴും മലയാളം മിക്സ് okay. First one இது cover அந்த dress நீ பார்த்த உடனே எந்த dress உன்ன cover இது how what kind of dress you're drawn to and how the market works and like the span of attention you give to a dress. So இதெல்லாம் வந்து சொல்லி கொடுப்பாங்க. It's very interesting. CPS is like communication skills. Okay, how do you like communicate? How do you present your ideas? And like I still haven't submitted my assignment. Okay, that. Then ഇത് വേറെ ഫസ്റ്റ് സെമിസ്റ്റർ. നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ, ഞങ്ങൾക്ക് ഇത് സെക്കൻഡ് സെമിസ്റ്റർ. നമ്മളെല്ലാരും ഫസ്റ്റ് ഇയേഴ്സ് ആണ് കേട്ടോ. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാരും എനിക്ക് ഫസ്റ്റ് ഇയേഴ്സ് ആണ്. നമുക്ക് ഇതൊക്കെ ഒരുപോലെ അറിയാം ബിക്കോസ് നമ്മള് ഫൗണ്ടേഷൻ പ്രോഗ്രാം, ഇത് BFT like exclusively BFT. ഇവര് വേറൊരു വേൾഡ്, നമ്മള് കൂൾ വേൾഡ്. We are also cool. You are Yeah, and like some people like my seniors and all told like BFT will be like a school. It will be a school if you make it a school. It's not school. Like the like second sem was like I think mostly boring for everyone. More theory classes were there for second sem compared to the first sem. And I think second sem BFT has more work. Work. I think at the end of the junior we have to stitch a skirt and all stuff. നമുക്ക് Actually, I was expecting that for us. Like first time we would have to stitch a lot of stuff. Like besides the crochet and macrame stuff, like actually machine edutittu make clothes and all that stuff. But no, it's like only basic skills. First time എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. ഇറ്റ് വാസ് ടു മച്ച് വർക്ക് ഫോർ മീ. എന്റെ ഫാഷൻ ബേസിക്സ് എൽഡി ഞാൻ 3 ചാപ്റ്ററിൽ കൂടുതൽ പോയിട്ടില്ല. ആൻഡ് ടോട്ടൽ വാസ് ലൈക് 12 chapters or something, but like yeah, let's ignore that part. Now this sem we have more theory subjects and I don't know why I'm liking it more. പിന്നെ വർക്ക് ലോഡും കമ്പാരിറ്റീവ്ലി കുറവാണ്, ശരിയാ, അതെനിക്ക്. but it's still a lot. No, we have so much work. Yeah, and I noticed. Is it all about drawing or do we have to study theory? There is theory. Like drawing ഒരു സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് സെമ്മില്. ബാക്കി സബ്ജക്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല അത്ര ഡ്രോയിങ് റിലേറ്റഡ് ആണെന്ന്. You know you should know how to draw, but it's not all about drawing. It's like more about creative stuff, like expressing through some way, like painting, art, dance, and things. നമുക്ക് ഫാഷൻ ബേസിസിലൊക്കെ ഡ്രോയിങ് അല്ല, നമുക്ക് സ്കിച്ച് ഒക്കെ ആവുന്നുണ്ട്. Role play. Don't get Like, all it's not ideas. all like Role play. When I first heard it, even I felt wrong, but I don't know. It's like a guys, family channel. Do I have to be good at maths for fashion tech courses? You need to take bio and like computer or like science. Maths. Science group. Science. No, cut this. It was like maths should be a major subject. Maths should be a main subject. It can be biomaths or computer maths or like Science whatever. group. Or നമുക്ക് ഹ്യൂമാനിറ്റീസ് വേണ്ട. I was biomaths. ഒറ്റക്കൊന്നും വേണ്ട, എന്തെങ്കിലും എടുത്താൽ മതി. എനിത്തിങ് ഇസ് ഫൈൻ. not for only BFTech. Only BFTech requires that. അതെ, BFTech നമ്മളേതെങ്കിലും പാസ് ആകുന്നത്. Do professors care about creativity or they just focus on Yeah, but this, okay. Like physics is needed for FS. Like we have EUT subject, this is electronic stuff. So we need physics for that. It's like basic liver and stuff. So you need professors creativity വേണം. guys, creativity എന്തോ നമ്മൾ ചെയ്ത വർക്ക് തന്നെ വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മള് Don't even get and it'll be like at midnight you won't get creativity. Okay, it's like the deadline is coming, you will not get creative. Like it will like pressurized, but sometimes you should start from early, I think, so that it will take you one idea. If you put at the end time, it will be like plan. അത് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നമ്മള് പണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു ഡെഡ് ലൈൻ വരുമ്പോഴേക്കും it's like we are forced to do it. അപ്പൊ അത് ആ പ്രഷർ വരുമ്പോഴത്തേക്കും we don't feel like doing it at all. But pressure, I think, but there should be pressure. I know. But at the end time you do it, you will feel, you will like regret your whole life and decision, but do it like you feel burnt out actually. അപ്പൊ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് you feel really burnt out. And professorsന്റെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ
they care about that the most. Okay, അവർക്ക് നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ തന്നെ അതിൽ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താണ് ആ വര വരയ്ക്കുന്നതെന്ന് വരെ it matters to them. It is absurd. So like talking about the college, it's really fun. Like ഇവിടെ വന്നതിന് ശേഷം even ഞാൻ ഒരു എന്താണ് എനിക്ക് അധികം എക്സ്പോഷർ കിട്ടാത്ത ഏരിയാസിലൊക്കെ എനിക്ക് എക്സ്പോഷർ കിട്ടി തുടങ്ങിയാണ്. I'm very happy for that. I get to wear all the clothes I want. I am getting a chance to talk and, socialize with a lot more people. You will have mental breakdowns at midnight. You will crave food at 2, 3. Your sleep pattern will be up. What sleep pattern? Nothing is there. Then like you will be backstabbed by a lot of people who don't expect like the friends. You get to know like true colors, like palaga theriyumala anna mari. But just never be like kind of in bad books with anyone, okay? Because it's like you will need them. You will need them. That's it. It's like act fake if you want to, but it's good. Yeah. That's it. Just don't be too fake also. I think like after college, I think you need some personal space in your hostel. So I think it's better to get good roommates who just don't come inside your space and give you space. My roommate is Pavam. Shout out to Adilya. Shout out to Adira. Shout out to Nirsha, the love of my life. അടുത്തത് അറ്റൻഡൻസ് ഇഷ്യൂവും മാർക്സ് ഫെയിൽ ആവുന്നതൊക്കെ പറ്റിയിട്ടുള്ളത്. 75. ഓരോ സബ്ജക്റ്റിന് 75. അത് നിങ്ങളുടെ CMS എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ കിട്ടും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എത്ര പെർസെന്റേജ് ഉണ്ടെന്നൊക്കെ. നമ്മുടെ totally 85. And also for GE subjects, it's like 65 or something. G എന്താന്നൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ പറയാം. You have an app CMS, okay? In that, on daily indicate how much attendance you're getting, and they'll give a like list of how many classes, total classes you have. So you can calculate you can take leave. So first I would prefer like don't take leave initially, okay? Come to the class, come for attendance, then later on when you get sick, you won't get leave. And the teachers will never compromise for attendance. Just be on time, that's it. And one more thing, and the experiences പറയാണെങ്കിൽ first sem your attendance is gonna be top notch. Like mine was like 99.9%. This sem it's already like what 89 or something. I don't know where it's going. എന്റെ 84 ആണ് guys. എന്റെ എല്ലാ സെമിസ്റ്ററിലും എനിക്ക് മിക്കപ്പോഴും ഏതെങ്കിലും ഒരു സമയത്തിന് ജസ്റ്റ് 75 താഴെ പോകുന്നുണ്ടായിരിക്കും. എന്നിട്ട് മറ്റേ ലിസ്റ്റ് ഇടില്ല. സെമിസ്റ്ററിന്റെ പകുതി ആകുമ്പോൾ ഒരു ലിസ്റ്റ് ഇടും സ്റ്റുഡൻസിന് ആർക്കൊക്കെയാണ് എല്ലാ സബ്ജക്റ്റിനും 75. അതിനകത്ത് കഴിഞ്ഞ സെമിസ്റ്റർ ഞാൻ ഉണ്ടായിരുന്നു. ഈ സെമിസ്റ്റർ എനിക്ക് ജിക്ക് കുറവായിരുന്നു തോന്നുന്നു. അതിനെന്തോ പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ അവർ ലിസ്റ്റ് ഇട്ട് എനിക്ക് 0% അറ്റൻഡൻസ്. But it's fine. You'll get a follow-up if it's say like 75% kilo pochuna. Follow-up is like same jury but exam പോലെ. Exam. പിന്നെ നടത്തുന്ന exam. Follow-up exams. Yeah. Same thing. But like after 1 month or something. Do they get like extra classes and stuff? No. They just 70 തന്നെ ഒരു ഫീസ് പേ ചെയ്യണം. പിന്നെ എന്തോ ഒരു ഗ്രേഡ് ഡ്രോപ്പ് ആവും. അങ്ങനെ എന്തോ ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ആയിട്ട് അറിയാം. എനിക്ക് ഫോളോ അപ്പ് അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയോ? There are 2 guys from our class at follow-up. It's like for one subject. I think one guy had only 1%, like 74%. He had a follow-up. The sir was so strict about it. And he made them take again. Yep. But I think it will be like, just go in the herd, like, go with them only, pass out with them only. If you're doing separate, it'll be like a headache. Because do it. So guys, ഇതാണ് നമ്മുടെ പാർട്ട് 1 ഓഫ് ഓൾ അബൌട്ട് NIFT. ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ like, കമന്റ്, share, subscribe.